നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ BJP നേതാവിൻ്റെ വീട്ടിൽ ADGP ഇർഷിരാജ് സിംഗിൻ്റെ അത്താഴ വിരുന്ന് വിവാദമാകുന്നു. CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി VV വിജീഷിൻ്റെ വീട്ടിലെ അത്താഴ വിരുന്നിലാണ് ഇർഷിരാജ് സിംഗ് പങ്കെടുത്തത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഗുരുവായൂർ കണ്ടാണശ്ശേരിയിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുപരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു ADGP ഇർഷിരാജ് സിംഗ്. പരിപാടിക്ക് ശേഷം BJP മണലൂർ നിയോജകമണ്ഡലം സെക്രട്ടറി VV വിജീഷിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ ADGP പങ്കെടുത്തതാണ് വിവാദമായിരിക്കുന്നത്. 2011 ജനുവരി 21 CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG പ്രമോദ്, പുരോഗമന കലാസാഹിത്യ സംഘം നേതാവും ലോക്കൽ കമ്മിറ്റി അംഗവുമായ VK ദാസൻ എന്നിവരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് വിജീഷ്. ഇർഷിരാജ് സിംഗിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് CPI നേതാക്കൾ രംഗത്തെത്തി. ഈ പരിപാടിയിൽ പങ്കെടുത്ത് കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള RSSകാരൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നതും എന്ത് സന്ദേശമാണ് രാജ്യത്ത് നൽകുക എന്ന് രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ള നീതിബോധമുള്ള ജനങ്ങൾ ചിന്തിക്കണം. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേസമയം പരിപാടിക്ക് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും ഗുരുവായൂർ CI സുദർശൻ വിട്ടുനിന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചായിരുന്നു BJP നേതാവിന്റെ വീട്ടിൽ പോലീസ് മേധാവികളുടെ അത്താഴം. റിപ്പോർട്ടർ, തൃശൂർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ AC മൊയ്തീൻ, ശ്രീ VV രാജേഷ്, ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രമേശ് ചെന്നിത്തലയെ സല്യൂട്ട് ചെയ്യുന്നതിന് തടസ്സം പറയുക, അതേസമയത്ത് ആ പ്രോട്ടോക്കോളും അത് സംബന്ധിച്ച മര്യാദകളും എല്ലാം മറന്നുകൊണ്ട് ഒരു കൊലക്കേസ് വധശ്രമ കേസ് പ്രതിയുടെ വസതിയിൽ അത്താഴ വിരുന്നിന് പോവുക, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മറികടന്ന്, ശരിക്കും ഇർഷിരാജ് സിംഗ് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണോ? അല്ല, ഇർഷിരാജ് സിംഗ് ഒരു ജനപ്രിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതിൻ്റെ പല നടപടികളും ജനങ്ങൾ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹം ജീവിക്കുന്നത് ഈ നിയമവാഴ്ച നിലനിൽക്കുന്ന ജനാധിപത്യ സമൂഹത്തിൽ പെട്ട ഒരു ബ്യൂറോക്രാറ്റാണോ പോലീസ് ഓഫീസറാണോ എന്ന് സംശയമുളവാകുന്ന രീതിയിലുള്ള വാക്കും പ്രവൃത്തിയും പെരുമാറ്റവുമൊക്കെ നമ്മൾ കാണുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വന്നപ്പോൾ അത് രമേശ് ചെന്നിത്തല ആരുമായിക്കൊള്ളട്ടെ, ആഭ്യന്തരമന്ത്രിയാണ്. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി വരുമ്പോൾ എഴുന്നേറ്റ് ഉപചാരം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു പോലീസ് ഓഫീസർ, അത് കരുണാകരൻ്റെ കാലത്തായിരുന്നുവെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ കേൾക്കുന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു വധശ്രമ കേസിലെ പ്രതി, BJP ആയതുകൊണ്ടല്ല നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. ഒരു പോലീസ് ഓഫീസർ ഒരു കാരണവശാലും ആതിഥ്യം സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരിടത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് ഇർഷിരാജ് സിംഗ് പോയി എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥന് സാരമായ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ സല്യൂട്ടടിക്കാൻ വിസമ്മതിക്കുക, അതിന് നിരവധി ന്യായങ്ങൾ നിരത്തുക, അത് സംബന്ധിച്ച് ഫേസ്ബുക്ക് ചർച്ചകൾ സംഘടിപ്പിക്കുക, മറുഭാഗത്ത് സംഘപരിവാർ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുക, ആ ചടങ്ങിൽ സംസാരിച്ച ശേഷം അവിടുത്തെ CI അദ്ദേഹം ഈ അത്താഴ വിരുന്നിന് പോകുന്നതിന് തയ്യാറായില്ല. CIയുടെയും അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും മറികടന്ന് അതിൽ പങ്കെടുക്കുക. യഥാർത്ഥത്തിൽ ഇർഷിരാജ് സിംഗിനെ പോലുള്ളവർക്ക് കേരളത്തിൽ ഇത് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ജനാധിപത്യ ബോധമില്ലായ്മ എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജനപ്രതിനിധികളുടെ പോരായ്മ കൊണ്ടുകൂടിയാണോ? ഉദ്യോഗസ്ഥരെ നിർത്തേണ്ടിടത്ത് നിർത്താനും നിയന്ത്രിക്കാനും അവരെ ജനാധിപത്യ മര്യാദകൾ പഠിപ്പിക്കാനും കഴിയാത്ത ഒരു ഭരണ നേതൃത്വം, അതും ഇതിലൊരു ഘടകമാണോ? അതെ, തെറ്റും ശരിയും നോക്കാതെ എല്ലാ കാര്യങ്ങളിലും പോലീസിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരാളായിരുന്നു കരുണാകരൻ. ഞാൻ ആ പേര് അതുകൊണ്ട് തന്നെയാണ് പരാമർശിച്ചത്. പക്ഷേ ഈ കൊടികെട്ടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം, ആ കാര്യത്തിലും കരുണാകരന് നല്ല വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, നിശ്ചയമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ചില ആളുകൾ, നമ്മൾ അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് തൻ്റെ കീഴിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെത്ര വലുതായിക്കൊള്ളട്ടെ, ഈ കഴുത്തിൽ ഉറുമാല് കെട്ടി ഒരു പ്രത്യേകമായ വേഷവിധാനങ്ങളോടെയൊക്കെ വരുന്ന ഒരു പോലീസ് ഓഫീസറെ കാണുമ്പോഴൊന്നും പകച്ചു പോകേണ്ട ആളല്ല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. അവരെ നിലക്ക് നിർത്തേണ്ടടുത്ത് നിലക്ക് നിർത്തണം. സാന്ദർഭികമായി മറ്റൊന്നുകൂടി പറയട്ടെ, ഇർഷിരാജ് സിംഗ് ഒരു മുതിർന്ന പോലീസ് ഓഫീസറാണ്. ഇപ്പോൾ ഇവിടെ വന്നല്ലോ ഒരു യുവതി, അവർ IPS ട്രെയിനിങ് പീരീഡിലാണ്. അവരാണല്ലോ ഇവിടെ ഒരു വനിതാ കോളേജിൽ നമ്മുടെ MLAയെ കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നടനുമായി ചേർന്ന് നിന്ന് അവർ ആഹ്ലാദ പുളകതയാകുന്നു.
ആ ചിത്രം അവരെടുപ്പിച്ചത് നമ്മുടെ എറണാകുളത്തെ MLA ഹൈബി ഈഡനെ കൊണ്ടാണ്. എന്തൊരു ധാർഷ്ട്യമാണത്! എങ്ങനെ ഒരു പോലീസ് ട്രെയിനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു? MLAയുടെ പദവി എവിടെ? MLAയുടെ പ്രോട്ടോക്കോൾ എവിടെ? പക്ഷേ ആ പ്രോട്ടോക്കോളും പദവിയും സ്വന്തം സ്ഥാനവും MLAയും മറന്നുപോയി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞപ്പോൾ ആ ഇംഗിതത്തിനൊത്ത് ക്യാമറയുമായി അവർ മുന്നിൽ നിന്ന് കൊടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരവിടെ നിൽക്കട്ടെ. അവർക്ക് തെറ്റ് ചെയ്യുന്നതിന് അവസരം നൽകുന്നത്, അനുവാദം നൽകുന്നത് സ്വന്തം പദവിയെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും ധാരണയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ കൂടിയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഒന്നോ രണ്ടോ ജനപ്രിയ നടപടികൾ, ആ നടപടികൾക്ക് ഋഷിരാജ് സിംഗിന് ബലം നൽകിയത് ഋഷിരാജ് സിംഗിൻ്റെ തൻ്റെ ഇടമോ സത്യസന്ധതയോ അല്ല. ഇപ്പോൾ മൂന്നാറിലേക്ക് അന്ന് VS അച്യുതാനന്ദനെ പോലുള്ള ഒരു ഭരണാധികാരി അദ്ദേഹം എടുത്ത തൻ്റെ ഇടപൂർണമായ നടപടി മൂലം 2-3 പൂച്ചകളെ അയച്ചപ്പോൾ അതിലൊരു പൂച്ച ഋഷിരാജ് സിംഗ് ആയിപ്പോയി. അതല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യാജ CDക്കെതിരായ റെയ്ഡ് സംഘടിപ്പിച്ചപ്പോൾ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഋഷിരാജ് സിംഗ് ആയിപ്പോയി. അതിനപ്പുറം ഈ തൂവാല കഴുത്തിൽ ചുറ്റി ഒരു കറുത്ത കന്നഡ വച്ച് ഒരു അർത്ഥനഗ്നനായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൂടെ ഈ രീതിയിൽ തേരാപ്പാര നടക്കുകയും അതിനുശേഷം RSSകാരനെങ്കിൽ RSSകാരൻ അവൻ്റെ അത്താഴം കഴിക്കാം ഈ ADGP എന്ന പദവി വെച്ചുകൊണ്ട് എന്ന രീതിയിൽ എന്താണ് ഋഷിരാജ് സിംഗിൻ്റെ രാഷ്ട്രീയം? RSS രാഷ്ട്രീയമാണോ ഋഷിരാജ് സിംഗ് അവസാനം പുലർത്തുന്നത്? ഋഷിരാജ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ജനപ്രിയ നടപടി, അത് ആന്റി പൈറസി ഓപ്പറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മൂന്നാം ഓപ്പറേഷൻ, ഈ ട്രാൻസ്പോർട്ട് രംഗത്ത് അദ്ദേഹം വന്ന സമയത്തുണ്ടായ ചില മാറ്റങ്ങൾ, അതിനൊക്കെ ഞാനും വളരെ പോസിറ്റീവായി കണ്ടിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം വന്ന സമയത്ത് മാറ്റം ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയുടെ ഒരു റിഫ്ലക്ഷനായിട്ട്, ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ, എസ്പെഷ്യലി നേരത്തെ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് ബഹുമാനിക്കാതിരിക്കുക, അതിൻ്റെ ഒരു ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുക. അതിനുശേഷം ഇപ്പോൾ രാജേഷിൻ്റെ വീട്ടിൽ അദ്ദേഹം പോയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. രാജേഷ് പിന്നെ ആദരണീയനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനാണ്. അദ്ദേഹം BJP ആയിരിക്കും, അദ്ദേഹം RSS ആയിരിക്കും. ഇതല്ല, ഇതൊരു കൊലപാതക കേസ് പ്രതിയുടെ പേരിൽ, ഒരു കൊലപാതക കേസിൽ പ്രതിയായ ഒരാളുടെ വീട്ടിൽ കേരളത്തിൽ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർമാർ ഒരാൾ, സത്യത്തിൽ ലോ ആൻഡ് ഓർഡറിൻ്റെ DGP ഒക്കെ ആയിരിക്കേണ്ട ആളാണ്. ഇദ്ദേഹം പോകുക എന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു വീഴ്ചയാണ്. ഇതൊരു ചെറിയൊരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പ്രകാശ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോരുത്തർ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഓരോ സ്ഥാനങ്ങൾ അദ്ദേഹം ഷൈൻ ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം അടുത്തന്നെ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലാണ് BJP പുതിയൊരു സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ മീഡിയയൊക്കെ കനിഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പ്രവൃത്തികളിലൂടെ അദ്ദേഹം നമ്മളെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇമേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP ഒന്ന് സന്തോഷിപ്പിച്ച്, അത് ഏത് രീതിയിൽ ഒന്ന് സന്തോഷിപ്പിച്ച്, ഒന്നെങ്കിൽ കേന്ദ്രത്തിൽ നല്ലൊരു പോസ്റ്റിംഗ് മേടിച്ചെടുക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ BJP ബന്ധങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ BJPയെ സ്വാധീനിച്ചുകൊണ്ട് ഏതെങ്കിലും നല്ല പൊസിഷൻ നേടിയെടുക്കാൻ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ആവാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. ഈ രീതിയിൽ നമ്മുടെ മുൻ പട്ടാള മേധാവിയായ VK സിംഗ് മോഡിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യശ്വന്ത് സിൻഹ എന്ന് തോന്നുന്നു, ബീഹാർ കേഡറിലെ IAS ഓഫീസർ, അദ്ദേഹം BJPയിലെ മന്ത്രിയായിട്ടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, കൃഷ്ണകുമാർ കോൺഗ്രസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്ന ഒരു പെരുമാറ്റമല്ല അടുത്ത 2 സന്ദർഭങ്ങളിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് നിലക്ക് നിർത്താൻ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ ഭരണാധികാരികൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ശക്തമായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടില്ല? ഇത് കേരളത്തിലായതുകൊണ്ടാണല്ലോ. ഇദ്ദേഹത്തിൻ്റെ നാടായ രാജസ്ഥാനിലല്ലോ അല്ലെ ബീഹാറിലോ അല്ലെ UPയിലോ മറ്റോ ആയിരുന്നെങ്കിൽ, ഉത്തരേന്ത്യയിലായിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി. അന്നപ്പോൾ ചവിട്ടി പുറത്തിടുമായിരുന്നു. കാരണം അവിടെ ഇപ്പോഴും ഫ്യൂഡൽ മൂല്യങ്ങളാണ് ഭരിക്കുന്നത്. ഇവിടെ ജനാധിപത്യ ബോധമുള്ളതുകൊണ്ടും നമ്മൾ ഓരോ മനുഷ്യരെയും ബഹുമാനിക്കുന്നത് കൊണ്ടുമാണ് ഇന്ന് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയല്ല ഈ ദയാദാക്ഷിണ്യം അദ്ദേഹത്തെ കാണിച്ചത്. പക്ഷേ നമ്മുടെ ദയാദാക്ഷിണ്യം നമ്മുടെ ബലഹീനതയെ കണ്ട് ഇതുപോലെയുള്ള പോലീസ് ഓഫീസർമാർ ഫ്യൂഡൽ ദാർഷ്ട്യം വെച്ച് വന്നിട്ടുള്ള വളരെ വ്യക്തമാണ്. ശ്രീ ജോസഫ് ആഴക്കൻ, രമേശ് ചെന്നിത്തലയെ സല്യൂട്ട് ചെയ്യാൻ തയ്യാറാകാതിരിക്കുക, അതിന് പ്രോട്ടോക്കോളിൻ്റെ നൂലമാലകൾ, അതിൻ്റെ ചട്ടങ്ങൾ, അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ഇതെല്ലാം വിശദീകരിക്കുക. അതേസമയം അതേ ഋഷിരാജ് സിംഗിന് സംഘപരിവാർ സംഘടിപ്പിച്ച കാർഗിൽ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാം. അതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട്
വധശ്രമ കേസിലെ ഒന്നാം പ്രതിയായ RSSകാരൻ്റെ വീട്ടിൽ അത്താഴമുണ്ണാൻ പോകാം. ഇതെല്ലാം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണോ? നിങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഭയമാണോ? ഞങ്ങൾക്ക് നിലയ്ക്ക് നിർത്താൻ ഭയമുള്ളത് കൊണ്ടല്ല. അത് CBI അദ്ദേഹം സെൻട്രൽ സർവീസിലുള്ള ആളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ IPS ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസിലുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അദ്ദേഹത്തിന്റെ പല നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളതല്ല. കാരണം അദ്ദേഹത്തെ ചില മാധ്യമങ്ങളും നവമാധ്യമങ്ങളിലെ ചില വിപ്ലവകാരികൾ കൂടിയാണ് ഇദ്ദേഹത്തെ വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രമാണിയാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും നേരിട്ട് കാണുകയും പലപ്പോഴും നിരീക്ഷിക്കുകയും പറഞ്ഞറിവ് കൊണ്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്ന മതിപ്പുകളില്ല. പലപ്പോഴും വാർത്തകൾക്ക് വേണ്ടി വാർത്താമാനിയ ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. ഇന്നിപ്പോ അദ്ദേഹം പുതിയ ടാർഗറ്റ് എന്തോ പുതിയ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് CBIയിൽ ചേരണമെന്നുള്ളതാണ്. CBIയുടെ ഉദ്യോഗസ്ഥനാണോ അതിന്റെ പ്രമുഖ സ്ഥാനത്തെത്തണമെന്നുള്ളതാണ്. അപ്പൊ അതിനിപ്പോ പുതിയൊരു മാർഗം അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ സംഘപരിവാറിന്റെ പരിപാടികൾക്ക് പോവുക, അവിടെ പോയി സല്യൂട്ട് ചെയ്ത് നിൽക്കുക, പിന്നെ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലും നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു കേസിൽ പ്രതിയായിട്ടുള്ള RSS നേതാവിന്റെ വീട്ടിൽ പോയി അവിടുത്തെ ആഘോഷത്തിലും അദ്ദേഹത്തെ സൽക്കാരത്തിൽ പങ്കുചേരുക, ഇതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. ജോസഫ് വാഴക്കൻ, അത്തരം ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഋഷിരാജ് സിംഗിന് ഉണ്ടാകാം, അതല്ലെങ്കിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാകാം, അത് ശരി തന്നെ. പക്ഷേ ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ അവരുടെ സ്ഥാനം മറക്കുന്നുണ്ടോ? ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ കൃത്യമായി നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിൽ, വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിൽ പോലീസ് മാനുവലും പെരുമാറ്റച്ചട്ടങ്ങളും അവർ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വീഴ്ചയുണ്ടാകുന്നുണ്ടോ? ഉദാഹരണത്തിന് എറണാകുളത്തെ IPS ട്രെയിനി, ആ വനിത അവർക്കിഷ്ടമുള്ള ഒരു നടനോടൊപ്പം ചിത്രമെടുക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ നൽകുമ്പോൾ ഹൈബി ഈഡൻ എന്ന MLA അദ്ദേഹം വെറും ഒരു ക്യാമറാമാൻ്റെ റോളിലേക്ക് താഴുന്നു. ഏത് പോസിൽ എടുക്കണം എന്ന് പറയുമ്പോൾ അതനുസരിച്ച് MLA ഒരു കുരങ്ങനെ പോലെ ആടിക്കളിക്കുന്നു. നാളെ ഈ വനിത, ഈ IPSകാരി എൻ്റെ യൂണിഫോം തയ്ച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അതും ഈ MLA ചെയ്യുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആ IPSകാരി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. രാഷ്ട്രീയ നേതൃത്വം തങ്ങളുടെ പദവി, ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ജനാധിപത്യത്തിൻ്റെ ഔന്നത്യം ഇത് മറക്കുന്നത് കൊണ്ടല്ലേ ഈ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്? അതൊരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. അദ്ദേഹം ഒരു സുഹൃത്തുക്കൾ എന്നുള്ള നിലയിലുള്ള ഒരു ഫോട്ടോ എടുക്കൽ എന്നുള്ളതിനപ്പുറത്ത് അതിനൊരു ഔദ്യോഗിക പരിവേഷം നമ്മൾ ചാർത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു രംഗത്താണ് ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മോശമുള്ള കാര്യമാണ്. ഇപ്പൊ അനൗദ്യോഗികമായിട്ട് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ സഹായിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. അത്രയും വലിയ ഒരു പിന്നെ പ്രോട്ടോകോളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല സാധാരണഗതിയിൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കും. ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ നമ്മൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജോസഫ് വാഴക്കൻ പറയുന്നത് ശരിയാണോ? ജനപ്രതിനിധികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അത് സ്വകാര്യ ചടങ്ങ്, പൊതുചടങ്ങ് എന്ന നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലും അവർക്ക് ഈ നിർദ്ദേശങ്ങൾ, ഈ പെരുമാറ്റങ്ങൾ ഇതെല്ലാം ചെയ്യാമോ? അതല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിക്ക് സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും അവർ പാലിക്കേണ്ട ചില മാന്യതകളും അവരുടെ സ്ഥാനം അവർക്ക് നൽകുന്ന ചില പ്രത്യേകതകളും അത് ജനങ്ങൾക്ക് മുന്നിൽ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണോ? അല്ല, ജനപ്രതിനിധി എന്ന നിലയിൽ പ്രോട്ടോക്കോളിൽ ലെവലേശം ശ്രദ്ധിക്കാതിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പ്രോട്ടോക്കോൾ എനിക്കൊരു വിഷയമല്ല. അനൗപചാരികമായി അനൗദ്യോഗികമായി ചില കാര്യങ്ങളിലൊക്കെ ജനപ്രതിനിധികൾ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ, അല്ലെങ്കിൽ കുറച്ച് വിനയത്തോടെ, അല്ലെങ്കിൽ മറ്റുള്ള അല്പം വിധേയത്വത്തോടെ ഒക്കെ ചിലപ്പോൾ പെരുമാറും എന്ന് ജോസഫ് വാഴക്കൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ്. തങ്ങൾ ഏത് ജനവിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആ പൊതുസമൂഹം. ആ പൊതുസമൂഹത്തിൻ്റെ ആ അന്തസ്സ് പാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ജനപ്രതിനിധിക്കുണ്ട്. ആ അന്തസ്സ് പാലിക്കുന്നതിന് വേണ്ടിയാണ് ചില രാഷ്ട്രീയ മര്യാദകൾ, അത് പൊതുരംഗത്തായാലും അല്ലെങ്കിൽ സ്വകാര്യ രംഗത്തായാലും ഒക്കെ അത് പാലിക്കണം എന്ന് നമ്മൾ പറയുന്നത്.
അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊരു ജനാധിപത്യമാണല്ലോ, റൂൾ ഓഫ് ലോയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സമൂഹം, സ്വതന്ത്ര സമൂഹം. അവിടെ ബ്യൂറോക്രസിക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസിന് ഒക്കെ വലിയ പങ്ക് വഹിക്കാനുണ്ട്. പക്ഷെ അവരെയൊക്കെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ, നിയമത്തിൻ്റെ പരിധി വിട്ട് അവർ പോകാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് അതിനുള്ള കരുത്തുണ്ടാവണം. ആ കരുത്തും കെൽപ്പും രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകണമെങ്കിൽ അവർ ചില കാര്യങ്ങളിലൊക്കെ ചില ഔചിത്യവും മര്യാദയും പാലിക്കേണ്ടി വരും. ആ ഔചിത്യക്കുറവാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ AC മൊയ്തീൻ, എന്താണ് കണ്ടാണിശ്ശേരിയിൽ നടന്നത്? ഋഷിരാജ് സിംഗ് എങ്ങനെയാണ് അവിടെ പെരുമാറിയത്? എന്താണ് നിങ്ങളുടെ വിമർശനം? ശ്രീ ഋഷിരാജ് സിംഗ് ഇന്നലെ രാത്രിയിൽ കണ്ടാണിശ്ശേരിയിൽ RSS സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പരസ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഋഷിരാജ് സിംഗ് അവിടെ വന്നത് തന്നെ ഈ കൊലപാതക കേസിലെ പ്രതിയുടെ വാഹനത്തിലാണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഋഷിരാജ് സിംഗ് വന്നതിന് ശേഷം, ഈ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം നേരെ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയുടെ വീട്ടിൽ അത്താഴ വിരുന്നിന്റെ സൽക്കാരവും കഴിഞ്ഞാണ് പോകുന്നത്. ഗുരുവായൂർ ACP കൂടി ജയേന്ദ്രൻ നായർ കൂടി അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? അപകടകരമായ ഒരു സന്ദേശമാണ് രാജ്യത്ത് നൽകുന്നത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ RSS ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. കൊടുങ്ങല്ലൂരിലും അതുപോലെ തന്നെ ഭരണകക്ഷി നേതാവായിട്ടുള്ള UDF ജനതാദളിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ വെട്ടിക്കൊന്ന കേസിലുമൊക്കെ ഭരണകക്ഷിക്കകത്ത് തന്നെ RSS പ്രതികളായി നിൽക്കുക. അത്തരം കേസുകളിൽ അന്വേഷണമില്ല എന്ന ഒരു വിമർശനം ഉന്നയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ക്രിമിനലുകളുടെ ആതിഥ്യ സൽക്കാരം സംഘപരിവാർ സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ ക്രിമിനലിന്റെ വീട്ടിൽ പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് നൽകുന്ന സന്ദേശം, ഋഷിരാജ് സിംഗിന് മറ്റു ഉദ്ദേശങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായും നിയമവാഴ്ചയുടെ സ്ഥിതി എന്താവും, അക്രമികൾ ഏത് നിലയിലാവും പിന്നീട് പെരുമാറുക എന്നുള്ളത് വളരെ അപകടകരമാണ്. പോലീസിൽ തന്നെ കാവ്യവൽക്കരണത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയായി കൂടി വേണം ഈ പ്രശ്നത്തിനെ കാണാൻ എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നോക്കിക്കാണേണ്ടി വരിക. തീർച്ചയായും ഇത്തരം ഒരു സംഭവം ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കണം. ഈ കാര്യത്തിൽ ഇത്തരം നിലപാട് സ്വീകരിച്ച സർവീസ് ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മാനദണ്ഡങ്ങളും ഒന്നും മാനിക്കാതെ ഇത്തരത്തിലുള്ള സംഘപരിവാറിന്റെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയും കൊലപാതകിയുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്ത ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ സർക്കാർ അതിന് മുതിരുന്നില്ല. ഇത്തരം ആളുകളെയൊക്കെ അവിഹിത മാർഗത്തിൽ ഉപയോഗിച്ച് ഭരണം നിലനിർത്താനും സാമ്പത്തിക താല്പര്യങ്ങൾക്കും വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രയോജനപ്പെടുത്തിയ ഒരു ഗവൺമെന്റിനും ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്താൻ കഴിയുമെന്ന് തോന്നില്ല. അപകടകരമായ ഈ പ്രവണതയെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. ദയവായി തുടരുക. ശ്രീ VV രാജേഷ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഋഷിരാജ് സിംഗിനെ ഈ പരിപാടിയിൽ ക്ഷണിച്ചത്? ഒപ്പം തന്നെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് കൂടിയായ വിജീഷ്, അദ്ദേഹം ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചു? എത്രത്തോളം സന്തോഷത്തോടുകൂടി അദ്ദേഹം വന്നു? ശ്രീ PK പ്രകാശ്, 3-4 പേര് പറഞ്ഞാൽ എനിക്ക് മറുപടി പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ള കുറച്ച് സമയം എനിക്ക് തരണം. ഞാൻ പറയാം. ഒന്ന്, അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. വിജീഷ് ജീവിതത്തിൽ ഇന്നുവരെ ഒരു കൊലക്കേസിലും പ്രതിയായിട്ടില്ല. ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം മികച്ച പ്രവർത്തനമായതുകൊണ്ട് തൃശ്ശൂർ ജില്ലാ ഭാരവാഹിയാക്കി കഴിഞ്ഞ ടേമിൽ ഏറ്റവും നല്ല സമരങ്ങൾ സംഘടിപ്പിച്ച മികച്ച പ്രവർത്തകനാണ് അദ്ദേഹം. ഇന്ന് അവിടുത്തെ നിയോജക മണ്ഡലം പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം കൊലക്കേസ് പ്രതിയായാണ് എന്ന് എൻ്റെ ശ്രീ ഫക്രുദ്ദീൻ അലി ഉൾപ്പെടെയുള്ള എൻ്റെ സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരും കൊലക്കേസ് പ്രതി എന്ന് ശ്രീ AC മൊയ്തീൻ ഇപ്പോൾ പറഞ്ഞു. താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലാ സെക്രട്ടറിയാണ്, താങ്കൾ തിരുത്തി പറയണം. അല്ലെങ്കിൽ നാളെ റിപ്പോർട്ടർ ചാനലിലൂടെ ആ കൊലക്കേസിന്റെ നമ്പർ താങ്കൾ പറയണം. അദ്ദേഹം കൊലക്കേസിൽ പ്രതിയല്ല. മറ്റൊന്ന്, AC മൊയ്തീൻ, ശ്രീ AC മൊയ്തീൻ CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ KG പ്രമോദിനെയും ലോക്കൽ കമ്മിറ്റി അംഗം VK ദാസിനെയും വധിക്കാൻ ശ്രമിച്ച കേസിലല്ലേ വിജീഷ് പ്രതി? വധശ്രമ കേസിലല്ലേ വിജീഷ് പ്രതി? തീർച്ചയായും ആ കേസ് ഇന്ന് ഹൈക്കോടതിയിലെ ഈ പ്രജീഷിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അന്ന് തന്നെ പോലീസ് വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനെതിരായി ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് അതെ അത് വധശ്രമ കേസാണല്ലോ, കൊലപാതക കേസല്ലല്ലോ. വളരെ കൃത്യമാണ്. ശ്രീ രാജേഷ് തുടരൂ. അല്ലല്ല, ഇനി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഞാൻ വെറുതെ എന്തിനായിരിക്കുന്നത്? അല്ലല്ല, ഇനി എനിക്ക് വേണം സമയം. ചർച്ചയുടെ ആരോഗ്യകരമായ പോക്കിനാണ് ഇനി എനിക്ക് സമയം വേണം. പറയൂ.
2 മിനിറ്റ് മുമ്പ് പറഞ്ഞത് തന്നെ സഖാവ് മാറ്റി പറയുന്നല്ലോ. എന്താ സഖാവേ? നേരത്തെ താങ്കൾ കൊലക്കേസ് പ്രതി എന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ അത് വധശ്രമമായി. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഇനി അവിടെ നിൽക്കട്ടെ. CPM ഭരിച്ചിരുന്നപ്പോൾ ബിജീഷിനെ ഒരുപാട് കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. കാരണം ബിജീഷിന്റെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ആ പഞ്ചായത്തിൽ BJPയുടെ ഭരണം കിട്ടും. രണ്ടാമത് സഖാവ് AC മൊയ്തീൻ പറഞ്ഞ ഞാൻ തിരുത്തട്ടെ, അവിടെ സംഘപരിവാറിന്റെ പരിപാടിയല്ല നടന്നത്. അവിടെ നടന്ന പരിപാടിയിൽ പ്രധാനമായും പങ്കെടുത്തത് അവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, കോൺഗ്രസ്കാരിയായിട്ടുള്ള ഒരു വനിതയാണ്. നടന്നതെന്ന കാർഗിൽ ദിനത്തിന്റെ സ്മരണയിൽ 45 വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ചടങ്ങിൽ മേജർ രവി ഉൾപ്പെടെ സിനിമാ താരം സന്തോഷ് ഉൾപ്പെടെ പങ്കെടുത്തൊരു ചടങ്ങിൽ ഋഷിരാജ് സിംഗിനെ വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും കാർഗിൽ എന്താണെന്ന് അറിയില്ലാത്ത വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നതിൽ മാന്യത കാണിക്കാത്ത CPMന് അതൊക്കെ ഒരു തെറ്റായി തോന്നിയിരിക്കാം. ആ പരിപാടിയിൽ അദ്ദേഹം വന്ന സമയത്ത് പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ലഘുഭക്ഷണം കഴിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് പ്രവർത്തകർ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹം സ്വാഭാവികം ഇത് ആരുടെ വീടാണ്, ചരിത്രവും പുരാണവും നോക്കിയില്ല. അദ്ദേഹം അവിടെ പോയി ഒരു ചായ കുടിച്ച് പിരിഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിജീഷിനെ ഒരുപാട് കള്ളക്കേസുകൾ പ്രതിയായിട്ടുണ്ട്. ഞാനും പോലീസിനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള 3 കേസിൽ ഞാനും പ്രതിയാണ്. അതുപോലെ തന്നെ ഈ പോലീസ് ഓഫീസർ അവിടെ വന്നു, ചായ കുടിച്ചു, അദ്ദേഹം പോയി. അദ്ദേഹത്തിന് ബിജീഷിൻ്റെ വീടാണോ എന്നറിയില്ല. ഇനി ബിജീഷിൻ്റെ വീട്ടിൽ വന്നാൽ പോലും അത് തെറ്റായെന്ന് ഞാൻ കാണുന്നില്ല. കാരണം ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ 36 ക്രിമിനൽ കേസിൽ, പോലീസുകാരനെ കൊലപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള 36 ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുമ്പോഴാണ് ഇവിടുത്തെ DGP അവിടെ ചെന്ന് വിവാഹത്തിന് പങ്കെടുത്തത്. ഞങ്ങൾ തെറ്റെന്ന് പറയുന്നില്ല, അതൊരു ചടങ്ങാണ്. അതിൽ DGP പങ്കെടുക്കുന്നതിൽ ഒരു അപകടം ഞങ്ങൾ കാണുന്നില്ല. ഇതിൽ പറയുന്ന സഖാവ് AC മൊയ്തീൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കല്യാണത്തിൽ കൊലപാതക ശ്രമക്കേസിൽ പങ്കെടുത്ത പ്രതിയുടെ വിവാഹത്തിന് DGP പങ്കെടുത്ത ആ DGPക്കെതിരെ എന്ത് നടപടിയെടുക്കാത്ത സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴേക്കും അതവിടെ നിൽക്കട്ടെ. എനിക്ക് തമാശയായിട്ടാണ് ചർച്ച തോന്നുന്നത്. കാരണം ബിജീഷിന്റെ വീടിന്റെ നേരെ, ഞാൻ പോയി താമസിക്കുന്ന വീടാണ്, ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് CPMന്റെ ഒരു വായനശാലയുണ്ട്. അവിടെയുള്ള സഖാക്കന്മാരുടെ ജോലി പാർട്ടി പ്രവർത്തനമല്ല. ബിജീഷിന്റെ വീട്ടിലേക്ക് ആര് പോകുന്നുവെന്ന് ഒളിഞ്ഞു നോക്കുക ജോലി. സഖാവേ, പാർട്ടി വളർത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഓഫീസർ വന്ന് ചായ കുടിക്കുന്നതിൻ്റെയും വറ്റലിരുന്നതിൻ്റെയും ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇതാ DGP വരുന്നു, DGPയെ പിടിച്ച് ജയിലിലാക്കണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം, അങ്ങനെ പറഞ്ഞല്ല. മറ്റൊരു വീട്ടിൽ നടന്ന കാര്യങ്ങൾ എന്തിനാണ് ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്? നിങ്ങളുടെ സഖാക്കന്മാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ബിജീഷ് പ്രതിയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ നിങ്ങൾ കോടതിയിൽ കൊടുക്കൂ, അദ്ദേഹത്തെ ശിക്ഷിക്കൂ. ഞങ്ങൾ അന്തസ്സോടുകൂടി ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. എന്താ CPM സംഘപരിവാറിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനെ വളരെ എത്ര ലഘുവായിട്ടാണ്, അതുപോലെ തന്നെ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായ ആളുടെ വീട്ടിൽ സൽക്കാരവും ആതിഥ്യവും സ്വീകരിച്ച് കുറെ സമയം ചെലവഴിച്ചതിനെ എത്ര ലളിതമായിട്ടാണ് ശ്രീ രമേശ് കാണുന്നത് എന്ന് നമ്മളിപ്പോ സംസാരത്തിൽ നിന്ന് കേട്ടു. ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചാൽ നാളെ IPS ഉദ്യോഗസ്ഥന്മാർ, പോലീസ് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി രാജ്യത്തുണ്ടാവുന്ന ഗുണകരമാണോ? വധശ്രമ കേസിലെ ഒരു പ്രതിയായിട്ടുള്ള മറ്റ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാകാൻ അർഹതയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഈ പ്രജീഷ് എന്ന് പറയുന്ന RSSന്റെ നേതാവ്. അവിടെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ തടയാൻ നിന്നിട്ടില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് സ്വാഭാവികമായും ഇത്തരം ഒരു കേസിൽ പെട്ടയാളുടെ വീട്ടിലെ ആദിത്യ സൽക്കാരം വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ബിജീഷിന്റെ വസതിയിൽ ഋഷിരാജ് സിംഗ് പോയതും അവിടെ ഭക്ഷണം കഴിച്ചതും അതിൻ്റെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ VV രാജേഷ് മറുവാദമുയർത്തുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ കേസുണ്ടായിരുന്നു, വിവാഹത്തിൽ DGP പങ്കെടുത്തു. യഥാർത്ഥത്തിൽ ഇത്തരം കേസുകളിലെ പ്രതികളുടെ പരിപാടിയിൽ, അത് കോടിയേരി ബാലകൃഷ്ണനാകട്ടെ വിജീഷാകട്ടെ, അതിൽ ഉന്നതോദ്യോഗസ്ഥർ ആ കേസ് നിലനിൽക്കുമ്പോൾ പങ്കെടുക്കുന്നത് ശരിയാണോ? അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു കൃത്യമായ നിരീക്ഷണം ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കേസിലെ പ്രതികൾ, അത് പല രീതിയിലുള്ള കൊലപാതക കേസ്, വധശ്രമ കേസ്, അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, അങ്ങനെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി അതിൽ കേസ് നിലനിൽക്കുമ്പോൾ അവരുമായി പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നീതിപീഠം ഇവരെല്ലാം പുലർത്തേണ്ട ബന്ധം എന്ത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ടോ? നമുക്ക് അത് പാലിക്കപ്പെടുന്നുണ്ടോ? അല്ല, തീർച്ചയായും വ്യക്തത ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണത്. ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതും ഇപ്പോൾ ഋഷിരാജ് സിംഗ് ഇന്നലെ പങ്കെടുത്തു എന്ന് പറയുന്ന പരിപാടികൾ, ആ ഗൃഹ സന്ദർശനം ഉൾപ്പെടെ, അത് അത്ര ഒരുമിച്ച് കാണേണ്ട കാര്യങ്ങളല്ല. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ക്രിമിനൽ കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടവരാണ്. ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഋഷിരാജ് സിംഗ്.
അദ്ദേഹം ഒരു ക്രിമിനൽ കേസിലെ പ്രതിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള സംശയങ്ങൾക്ക് കാരണം ആകുന്നുണ്ട്. വായനശാലയിലിരുന്ന് CPIM പ്രവർത്തകർ ഒളിഞ്ഞു നോക്കിയില്ലയോ എന്നുള്ളതല്ല വിഷയം. എങ്ങനെയാണെങ്കിലും ആ സംഭവം ശരിയാണല്ലോ. പരസ്യമായിട്ടാണ് പോയത്. രഹസ്യമായി പോയിരുന്നെങ്കിൽ അത് കുറേ കൂടി അപകടകരമാകുമായിരുന്നു. അപ്പോൾ പോലീസ് ഓഫീസർമാർ, ജുഡീഷ്യൽ ഓഫീസർമാർ, അങ്ങനെ പലതരത്തിലുള്ളവർ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ കുറേ കൂടി ജാഗ്രതയും സംയമനവും വേണ്ടിവരും. അവർ ചില കാര്യങ്ങളിൽ അകൽച്ച പാലിക്കേണ്ടി വരും. അവർക്ക് സമൂഹത്തിലെ എല്ലാവരുമായും സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്നവരല്ല. ആ വിട്ടുനിൽക്കൽ, ആ അകൽച്ച പാലിക്കൽ, അത് അവരുടെ ഔദ്യോഗിക ധർമ്മത്തിൻ്റെ ഭാഗമായി കാണണം. അതിൽ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതിന് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ശ്രീ VV രാജേഷ്, ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെങ്കിലും RSSകാരോട് അല്ലെങ്കിൽ BJP പ്രവർത്തകരോട് ഒരു അകൽച്ച പാലിച്ചിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പൊതുവിൽ പോലീസും ജുഡീഷ്യറിയും. മാറി വരുന്നുണ്ടോ? ഋഷിരാജ് സിംഗിനെ നേരത്തെ ഫക്രുദ്ദീൻ അലി ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടോ? നിങ്ങളോട് അടുപ്പം കാണിക്കുന്നുണ്ടോ അദ്ദേഹം? അല്ല, ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. RSSകാരോട് ഒരു അകൽച്ച കാണിച്ചിരുന്നതൊക്കെ തന്നെ ഞങ്ങളുടെ നിരന്തരമായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി അവർ ഞങ്ങളെ മനസ്സിലാക്കി അത് മാറിയിട്ടുണ്ട്. ഒരു RSSകാരൻ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, മറ്റൊരു RSSകാരൻ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. രാജ്യത്തെ ജനങ്ങൾ സന്തോഷപൂർവ്വം അവിടെ ജീവിക്കുന്നു, അവരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നു. ഈ മന്ത്രിസഭയിലെ 80% മന്ത്രിമാരും RSSകാർ. അങ്ങനെ CPM വർഷങ്ങളായി കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന RSS എന്നൊരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഇത് ഒരു 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 രാജ്യസ്നേഹികളുടെ സംഘടനയാണ്, മനുഷ്യസ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് RSS പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരവധി പേർ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിലേക്ക് ചേർക്കുന്നുണ്ട്. ശ്രീ MJ അക്ബറിനെ പോലുള്ള ലോകം ശ്രീ VV രാജേഷ്, ഇന്ത്യയിലെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഋഷിരാജ് സിംഗ് നിങ്ങളുടെ ഒരു പ്രവർത്തകന്റെ, പ്രത്യേകിച്ചും ഒരു കേസ് നേരിടുന്ന ഒരാളുടെ വസതിയിൽ വരുന്ന ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളല്ലെങ്കിലും നിങ്ങൾ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ ഋഷിരാജ് സിംഗിൻ്റെ പാത സ്വീകരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രതീക്ഷയുണ്ടോ? എങ്ങനെ ഋഷിരാജ് സിംഗ് നിങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ ചാടി വീണോ? നിങ്ങൾക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിഞ്ഞോ? അല്ലല്ല, ഋഷിരാജ് സിംഗിനെ അങ്ങനെ ആരും സ്വാധീനിക്കാൻ കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ല. ഇവിടെ നേരത്തെ എന്ത് തമാശയാണ് പറഞ്ഞത്. ഋഷിരാജ് സിംഗിന് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി കേരളത്തിൽ BJPക്കാരൻ്റെ വീട്ടിൽ ചായ കുടിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ അതിനെ ഏത് രീതിയിൽ കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആർക്കും സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം ഒരു ചടങ്ങിന് വന്നു, ക്ഷണിച്ചപ്പോഴേക്കും ഒരു വീട്ടിൽ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിനെന്തിനാ സഖാക്കന്മാർ ഇത്രത്തോളം അസ്വസ്ഥത കാണിക്കുന്നത്? അദ്ദേഹം പിന്നെന്താ ചെയ്ത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കുക. ശരിയാണ്. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഋഷിരാജ് സിംഗ് ചെയ്ത ഒരു തെറ്റല്ല എന്ന് VV രാജേഷ് കരുതുന്നു. ഋഷിരാജ് സിംഗിനെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ RSSും BJPയും ലക്ഷ്യം വയ്ക്കുന്നു എന്ന വിമർശനം ഉയരുന്നു. അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ ഋഷിരാജ് സിംഗ് എന്ന ADGP ഒരു മാധ്യമത്തിൽ പത്രത്തിൽ ചിത്രം വരുന്നതിലും വാർത്ത വരുന്നതിലും വലിയ കൗതുകമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ പെട്ടെന്ന് RSSനെ സല്യൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. വളരെ നന്ദി ശ്രീ AC മൊയ്തീൻ, ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ VV രാജേഷ്, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ജോസഫ് ആഴക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.